നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിന്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. സദൃശ്യവാക്യങ്ങൾ 4:18. സൂര്യപ്രകാശം പ്രഭാതം മുതൽ നട്ടുച്ചവരെ അധികമധികം ശോഭിക്കുന്നത് പോലെയാണ് നീതിമാന്റെ പാത. എല്ലാം വ്യക്തമായി കാണുവാൻ ശോഭയേറിയ ഈ പാതയിൽ നമുക്ക് സാധിക്കുന്നു. യേശു ലോകത്തിന്റെ വെളിച്ചമാണ്. ആ വെളിച്ചം പ്രതിഫലിപ്പിക്കുവാൻ നാം ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. അവനോട് അടുത്ത് ജീവിക്കുമ്പോൾ ആ പ്രതിഫലനം വളരെ എളുപ്പമാകുന്നു. നാം മഹത്വത്തിൽ നിന്ന് മഹത്വത്തിലേക്ക് ദിനം പ്രതി വളരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. പ്രഭാതം മുതൽ ഉച്ചവരെ സൂര്യകിരണങ്ങൾ അതീവ ശോഭയോടെ വിളങ്ങുന്നു. അതേപോലെ ഒരു ദൈവ പൈതൽ പുതിയ ശക്തിയോടെ ദിവസം പ്രതി ശോഭിക്കുന്നു. ദൈവവുമായുള്ള നമ്മുടെ കൂട്ടായ്മ വർദ്ധിക്കുന്നതിനനുസരിച്ച് നമ്മുടെ സ്വാധീനവും വർദ്ധിക്കുന്നു. ദുഷ്ടന്മാരുടെ വഴിയോ അന്ധകാരം പോലെയാകുന്നു. ഏതെങ്കിലും തട്ടി വീഴുമെന്ന് അവരറിയുന്നില്ല. സദൃശ്യവാക്യങ്ങൾ 4:19. പ്രകാശം നിറഞ്ഞ പാതയിൽ വീഴുവാനുള്ള സാധ്യത തീരെയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അന്ധകാരം നിറഞ്ഞ പാതയിൽ വീഴാതിരിക്കുന്നത് തികച്ചും അത്ഭുതമാണ്. ദുഷ്ടന്മാരുടെ വഴി അന്ധകാരം പോലെ. അതിലെ നടക്കുന്നവർ ഏതെങ്കിലും കാരണത്താൽ വീഴുവാൻ സാധ്യതയുണ്ട്. ജ്ഞാനത്തിൻ്റെ പാത നേരെയുള്ള പാതയാണ്. അത് ഇടുക്കമില്ലാത്ത, ഇടറുവാൻ സാധ്യതയില്ലാത്ത നീതിയുടെ പ്രകാശത്തിൻ്റെ പാതയാണ്. ജീവിതത്തിൽ ആശയക്കുഴപ്പങ്ങൾ വരുമ്പോൾ തീർച്ചയായും ചിന്തിക്കുക, ഞാൻ നടക്കുന്നത് നീതിമാന്മാരുടെ പാതയിലാണോ? ദുഷ്ടന്മാരുടെ പാതയിൽ നടക്കുവാൻ പലവിധ പ്രലോഭനങ്ങളും ഉണ്ടാകാം. പക്ഷേ അത് തരണം ചെയ്യുവാൻ നാം ശ്രദ്ധിക്കണം. പ്രാർത്ഥന പ്രലോഭനങ്ങളിൽ നിന്ന് നമ്മെ കാക്കും. ജ്ഞാനത്തിൻ്റെ ഉപദേശം നാം ശ്രദ്ധയോടെ അനുസരിക്കണം. ദുഷ്ടതയുടെ ആഹാരം ഒരിക്കലും നമ്മുടെ ഉപജീവന മാർഗം ആക്കരുത്. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ എന്ന് ദിവസവും നിമിഷം തോറും നാം പ്രാർത്ഥിക്കുക. ഓർക്കുക, നീതിമാന്മാരുടെ പാതയോ പ്രഭാതത്തിൻ്റെ വെളിച്ചം പോലെ അത് നട്ടുച്ചവരെ അധികമധികം ശോഭിച്ചു വരുന്നു. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ നമ്മുടെ ജീവിതത്തെ ഒന്ന് വിലയിരുത്തുന്നത് വളരെ നന്നായിരിക്കും. പ്രകാശമുള്ള പാതയിൽ ശോഭയോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 09880221957 എന്ന നമ്പർ ഉപയോഗിക്കുക.